നമസ്കാരം. ചെറിയനാട് ഭാസ്കര കാരണവർ വധവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതി ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു. 2009 ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ഷെറിൻ്റെ ഭർത്തൃപിതാവാണ് ഭാസ്കര കാരണവർ. ഇദ്ദേഹം ഷെറിൻ്റെയും ഭർത്താവിൻ്റെയും മകളുടെയും പേരിൽ ഒരു ആധാരം രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ ചില കാരണങ്ങളാൽ വളരെ പെട്ടെന്ന് ധൃതി പിടിച്ച് ഭാസ്കര കാരണവർ ഈ ആധാരം റദ്ദു ചെയ്തതിലുള്ള വിരോധമാണ് ഷെറിനെ ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. ചില കൂട്ടാളികളോടൊപ്പം ചേർന്ന് ഷെറിൻ ആസൂത്രണം ചെയ്ത് ഈ കൊലപാതകം നടപ്പിലാക്കുകയായിരുന്നു. അങ്ങനെ 2010 മാവേലിക്കര അതിവേഗ കോടതി ഷെറിന് 3 ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ഈ 3 ജീവപര്യന്തവും ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്ന് ഈ വിധി പ്രസ്താവത്തിൽ ചേർത്തതിനാൽ 14 വർഷം കൊണ്ട് ഈ ശിക്ഷാ കാലാവധി പൂർത്തിയാവുകയാണ്. അതിന് കഴിഞ്ഞ ഓഗസ്റ്റിൽ കോടതി ജയിൽ ഉപദേശക സമിതി ഇവരെ വിട്ടയക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അപ്രകാരം ആണ് കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇത് കേരളത്തിൽ ഇപ്പോൾ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെ ഇടപെടൽ നിമിത്തമാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം വളരെ പെട്ടെന്ന് ഉണ്ടായത്. ഒരുപാട് കേസുകൾ കെട്ടിക്കിടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഈ ഷെറിൻ്റെ കേസിൽ പ്രത്യേക ജാഗ്രത കാണിച്ചത് ഇതുകൊണ്ട് ആണ് എന്നുള്ള ഒരു ശക്തമായ ആരോപണം ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്തായാലും ഇത് സർക്കാരിന് മാത്രം എടുക്കാവുന്ന തീരുമാനമല്ല. ഇത് ഗവർണർക്ക് ഈ സർക്കാർ തീരുമാനം ഗവർണറുടെ തീരുമാനത്തിലേക്ക് വിടും. ഗവർണർക്കാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കാനുള്ള ലാസ്റ്റ് പവറുള്ളത്. അതുകൊണ്ട് തന്നെ ഗവർണറുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ആർലേക്കർ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കും എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ധൃതി പിടിച്ചുള്ള ഒരു തീരുമാനമായിപ്പോയി എന്നും ഇത്തരത്തിൽ ഒരു ഇളവ് അനുവദിക്കാൻ പാടില്ല എന്നുമൊക്കെയുള്ള ശക്തമായ വാദങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. ഈ ഗ്രീഷ്മയുടെ കഴിഞ്ഞ ദിവസം ഗ്രീഷ്മയ്ക്ക് ശിക്ഷ വിധിച്ചപ്പോൾ ഗ്രീഷ്മ പറഞ്ഞതും ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കാരണം 14 വർഷം കഴിയുമ്പോൾ എനിക്ക് പുറത്തിറങ്ങാൻ കഴിയും എന്ന് ഗ്രീഷ്മ വലിയ ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞത് ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ നിറയുന്നതിനാൽ ഗവർണർ ഇത് വളരെ കൃത്യമായ രീതിയിൽ പഠിച്ച ശേഷം നിയമവിദഗ്ധരുമായി ആലോചിച്ച ശേഷമേ തീരുമാനമെടുക്കൂ. അങ്ങനെയെങ്കിൽ ഷെറിൻ്റെ ഈ വിധി ഇളവ് ക്യാൻസൽ ചെയ്യും എന്നുള്ള രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇനി അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഗവർണറാണ്. ഗവർണർ എങ്ങനെ ഇടിപിടിയെന്ന് ഉള്ള ഒരു തീരുമാനത്തിലേക്ക് നീങ്ങില്ല എന്നും ഇത്തരത്തിൽ സർക്കാരിൻ്റെ ശുപാർശ തള്ളിക്കളയാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും ഉള്ള വാർത്തകളാണ് ഇപ്പോൾ നിറയുന്നത്.